ഹലോ. ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ തംബ്നെയിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും വിൽക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് പൊളിയും. ശരിക്കും പറഞ്ഞാൽ നേരെ തിരിച്ചല്ലേ സംഭവിക്കേണ്ടത്. എല്ലാവർക്കും നമ്മളുടെ പ്രൊഡക്റ്റ്, നമ്മളുടെ സർവീസ് എന്തായിക്കോട്ടെ അത് വിൽക്കാൻ നേരത്ത്, എല്ലാവരും നമ്മുടെ കസ്റ്റമർ ആവാൻ നേരത്ത് നമുക്ക് ശരിക്കും ബിസിനസ് വർദ്ധിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അതിലൂടെ നല്ല വരുമാനം ഉണ്ടാവുകയും ബിസിനസ് ത്രൈവ് ചെയ്യുകയാണല്ലോ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ബിസിനസ് പൊളിയുക? ഈ അധിക സമയവും നമ്മൾ ചെറിയൊരു സ്മോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്ത്, ആ സ്മോൾ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ നേർ വിപരീത ദിശയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വരാം. തുടക്ക സമയത്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതായത് എല്ലാവരെയും കസ്റ്റമർ ആക്കാനായിട്ട് നോക്കും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മോൾ ബിസിനസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ആളുകളെ മാത്രം സെർവ് ചെയ്യുന്ന സർവീസോ പ്രൊഡക്റ്റോ ഇറക്കിക്കൊണ്ടായിരിക്കണം നമ്മളുടെ ബിസിനസ്. എപ്പോഴും ഒരു ഗ്രൂപ്പിനെ ആയിരിക്കണം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ പ്രശ്നമായിരിക്കണം നമ്മൾ പരിഹരിക്കേണ്ടത്. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബിസിനസ് ആകെ അലങ്കോലപ്പെട്ട് കിടക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ സർവീസ് ബേസ്ഡ് എടുക്കുകയാണെങ്കിൽ, മാർക്കറ്റിംഗ് സർവീസാണ് നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനെ, സ്മോൾ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനെ സെർവ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ഏജൻസി. ഇനി അതല്ല, പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മേഖലയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടീനേജേഴ്സിന് വേണ്ടി മാത്രമുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ. അതായത് മുഖക്കുരു ഉള്ള ടീനേജേഴ്സ്, കൗമാരക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന ഒരു കോസ്മെറ്റിക് ബ്രാൻഡ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക വിഭാഗത്തിന് അവിടെ കിട്ടുകയാണ്. ആദ്യത്തേതിൽ ഏതാണ് നിങ്ങളുടെ പ്രത്യേക വിഭാഗം? സർവീസ് ബേസ്ഡിൻ്റെ ഉദാഹരണത്തിന് റെസ്റ്റോറൻറ്റ് ഓണേഴ്സ്, സ്മോൾ റെസ്റ്റോറൻറ്റ് ഓണേഴ്സാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്. ഒരു പ്രത്യേക വിഭാഗം എപ്പോഴും ഉണ്ടായിരിക്കണം. മറുവശത്ത് ഏതാണ്? പ്രൊഡക്റ്റ് ബേസ്ഡിൻ്റെ വരാൻ നേരത്ത് മുഖക്കുരു ഉള്ള കൗമാരക്കാരാണ് നിങ്ങളുടെ മെയിൻ കസ്റ്റമേഴ്സ്. കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ ഇറക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന് എപ്പോഴും നമ്മളുടെ ആ ഒരു ടാർഗറ്റ് പോയിന്റിൽ ഉണ്ടായിരിക്കണം. ഇതല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ഏജൻസി, ചെറുതും വലുതും എല്ലാ ബിസിനസ്സിനും വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് ഏജൻസി, അങ്ങനെയല്ല. മറ്റേ സൈഡിൽ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഉള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ, ടീനേജേഴ്സിനും വലിയവർക്കും മുടിയുള്ളവർക്കും ഇല്ലാത്തവർക്കും മുടി നരച്ചവർക്കും മുടി കൊഴിയുന്നവർക്കും, അങ്ങനെ എന്തൊക്കെ പ്രശ്നമുണ്ടോ, സ്കിന്നിൻ്റെ പുറത്ത് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിനൊക്കെ ഉള്ളൊരു പരിഹാരം. ഇങ്ങനെ ചെയ്യരുത്. ഈ അധിക സമയവും നമ്മളിങ്ങനെ ചെയ്യണതിൻ്റെ റീസൺ എന്താണ്? ഒരു പ്രത്യേക വിഭാഗത്തിനെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് പേടി വരുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ സെയിൽ നമുക്ക് നഷ്ടമാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം. ഇപ്പോൾ ടീനേജേഴ്സിന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 വയസ്സിന് മേളിലോട്ടുള്ളവർ എന്തായാലും വാങ്ങാൻ പോണില്ല. 10-25 വയസ്സൊക്കെ ഉള്ളവർ മേ ബി വാങ്ങിച്ചേക്കാം. അപ്പോൾ 40 വയസ്സിന് മേളിലുള്ളവരുടെ സെയിൽ നമുക്ക് നഷ്ടമാവുകയല്ലേ എന്നുള്ള ചിന്തയിലാണ് നമ്മളിത് ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ടുള്ള പ്രശ്നം, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എപ്പോഴും ആവറേജ് പ്രൊഡക്റ്റുകളായിരിക്കും. മാസിന് വേണ്ടിയിട്ടുള്ള, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് ആവറേജ് പ്രൊഡക്റ്റ് ആയിരിക്കും. അത് സ്പെഷ്യൽ പ്രൊഡക്റ്റ് അല്ല. ആവറേജ് പ്രൊഡക്റ്റ് ആയാലും പ്രശ്നമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും വിറ്റാൽ പോരെയെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കമ്മോഡിറ്റി പ്രൈസ് മാത്രമാണ് ഈ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല പ്രൈസ് വാറിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും. കമ്മോഡിറ്റി പ്രൈസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മാർക്കറ്റാണ് വില തീരുമാനിക്കുന്നത്. സംരംഭകന് വലിയ റോളൊന്നും അവിടെ ഇല്ല. ബിസിനസ്സുകാരൻ, ആ ബ്രാൻഡ് ഓണർക്ക് വലിയ റോളൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ വില ഇട്ടോ, പക്ഷേ എത്ര തന്നോന്നുള്ളത് മാർക്കറ്റ് തീരുമാനിക്കും. നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ല. കാരണം അത് കമ്മോഡിറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു മേഖലയായി മാറിയത്. 1 കിലോ പഞ്ചസാരക്ക് എത്ര രൂപ, എന്തൊക്കെ ബ്രാൻഡ് ചെയ്താലും എത്ര രൂപ വരെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ലിമിറ്റ് ഉണ്ട്. കാരണം മാർക്കറ്റ് അവിടെ വില തീരുമാനിക്കുക. പ്രൈസിൻ്റെ കൺട്രോള് നമ്മളിൽ നിന്ന് മാറി മാർക്കറ്റിലേക്ക് പോയി. ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മാർജിൻ വളരെ ചെറുതായിരിക്കും, ടൈനി മാർജിൻ ആയിരിക്കും. ഇങ്ങനെ ടൈനി മാർജിൻ വരാൻ നേരത്ത് ധാരാളം സെല്ല് ചെയ്യേണ്ടതായിട്ട് വരും. അന്നൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാവാൻ നേരത്ത് അതൊരു പ്രത്യേകമായിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് മാറി. പ്രത്യേകമായിട്ടുള്ള പ്രൊഡക്റ്റിന് പ്രത്യേകമായിട്ടുള്ള പ്രൈസ് നമുക്ക് ചാർജ് ചെയ്യാം, നോ പ്രോബ്ലം. അതാണ് പ്രത്യേകമായിട്ടൊരു വിഭാഗത്തിന് മാത്രം സെർവ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ നമ്മൾ അധിക സമയം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു താക്കോൽ ആദ്യം ഉണ്ടാക്കും. എന്നിട്ട് ഈ താക്കോൽ ഉപയോഗിച്ച് തുറക്കാൻ പറ്റുന്ന താഴുകൾ ഏതൊക്കെയാണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് കിടക്കുകയാണ്. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു താഴ് ആദ്യം ഉണ്ടാക്കണം. എന്നിട്ട് അത് തുറക്കാൻ പറ്റുന്ന താക്കോൽ ഉണ്ടാക്കണം.
അതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. അതല്ലാതെ നിങ്ങൾ തുടക്കം തന്നെ ഒരു താക്കോൽ ഉണ്ടാക്കി വെച്ചു, ഇനി ഈ താക്കോൽ ഉപയോഗിച്ച് ഏതൊക്കെ താഴ് തുറക്കാമെന്ന് നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ എന്തുമാത്രം താഴുകളിലിട്ട് ഇത് തിരിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. അതായത് ഇവിടെ താഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പ്രത്യേക വിഭാഗം ആളുകളാണ്. അതാണ് നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ്, നിങ്ങളുടെ ആ നീഷ് മാർക്കറ്റ്. അവരെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള ആ പ്രത്യേകമായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അതാണ് ആ താക്കോൽ. ഇപ്പം പെട്ടെന്ന് സ്യൂട്ടാവും, അത് രണ്ടും ഫിറ്റാവും. നിങ്ങൾ ഉണ്ടാക്കി വെച്ച താഴും നിങ്ങൾ വെച്ചേക്കണ ആ താക്കോൽ തമ്മിൽ പെട്ടെന്ന് സ്യൂട്ടാവും. നമ്മളുടെ ടൈം വേസ്റ്റ് ആവണില്ല. ഇനി ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിനെ മാത്രം സെർവ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ച് നമ്മളുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ആക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമതായിട്ടുള്ള മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള എൻക്വയറികൾ നമുക്ക് വരില്ല. നിങ്ങളിപ്പോൾ ഒരു ഹെയർ ഓയിലിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ സർവീസ് ബേസ്ഡ് എന്തോ ആയിക്കോട്ടെ സ്റ്റാർട്ട് ചെയ്തൊരു പരസ്യം കൊടുക്കാൻ നേരത്ത് ലോകത്തുള്ള എല്ലാ ആളുകളും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം. പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, റോങ് ഓഡിയൻസിലേക്ക് നമ്മളുടെ പരസ്യം പോകുന്നു, നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരൊന്നുമല്ല നമ്മളെ കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് അവിടെ മറ്റേ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ ടാർഗറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? നിങ്ങളുടെ ബ്രാൻഡിങ് തന്നെ, നിങ്ങളുടെ തുടക്കം തന്നെ എല്ലാവരെയും സെർവ് ചെയ്യുമെന്നും പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഈ പരസ്യങ്ങളെല്ലാം തന്നെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ സ്പാർക്ക് കിട്ടണവനൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എന്നാൽ അവർ വന്ന് എൻക്വയറി ചെയ്ത് കൂടുതൽ അറിയാൻ നേരത്തോ ഇതൊരു ആവറേജ് പ്രൊഡക്റ്റാണ്, എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളതല്ല എന്ന് കരുതി അവർ റിട്ടേൺ പോകും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ സമയം വേസ്റ്റായി, നിങ്ങളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്ത കാശ് വേസ്റ്റായി. പരസ്യത്തിന് നമ്മൾ കാശ് കൊടുക്കണമല്ലോ. അപ്പോൾ അതെല്ലാം നമുക്കവിടെ വേസ്റ്റ് ആവല്ലേ സ്മോൾ ബിസിനസ് എന്നുള്ള രീതിയിൽ. എന്നാൽ അതേസമയം നിങ്ങളുടെ പരസ്യം പോകുന്നത് ടീനേജേഴ്സ്, മുഖക്കുരുയുടെ പ്രശ്നമുള്ള കൗമാരക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ആ പ്രത്യേക ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ്, എന്തെങ്കിലും ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരുപാട് പേര് അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രീമാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ആ പോസ്റ്ററിലോ വീഡിയോയിലോ എന്ത് മാർക്കറ്റിംഗ് മെറ്റീരിയൽ ആയിക്കോട്ടെ അതിൽ നിങ്ങൾ പറയാണ് ഒൺലി ഫോർ ടീനേജേഴ്സ്. അതായത് ആക്നി പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന ബ്രാൻഡാണ് ഞങ്ങളുടെ. ഇപ്പം ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ആ പരസ്യം വന്നു കഴിഞ്ഞാൽ ഞാനൊരു ടീനേജർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നൊരു ഫീല് കസ്റ്റമറുടെ ഉള്ളിൽ വരും. ഇങ്ങനെ ഒരു ഫീല് കസ്റ്റമറുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ കൂടുതൽ ഓർഡേഴ്സ് നമുക്ക് കിട്ടുകയും മറ്റുള്ളവരെയൊക്കെ കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതിലൂടെ നമുക്ക് കൂടുതൽ മാർജിൻ കിട്ടും, കൂടുതൽ ലാഭം കിട്ടും. ഈ നാരോ മാർജിനിൽ കിടന്ന് ഇങ്ങനെ കളിക്കേണ്ടതില്ല, നമുക്ക് ലാഭം കിട്ടും. ആ ലാഭം കിട്ടാൻ നേരത്ത് നമുക്ക് കൂടുതൽ മാർക്കറ്റിംഗ് വീണ്ടും ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ കൂടുതൽ സെയിൽ വീണ്ടും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി, ഒരു കസ്റ്റമർ ഒരു പരസ്യം കാണുമ്പോൾ അവൻ ചിന്തിക്കുന്നത് ഇതിൽ എനിക്ക് എന്താണുള്ളത്, ഇതിൽ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എന്താണുള്ളതെന്നാണ് ഈ കസ്റ്റമർ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാൻ നേരത്ത് ടീനേജർ അല്ലാത്ത ഒരു 35 വയസ്സുള്ള ഒരു സ്ത്രീ കാണുന്നു, അവരും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു. ഒരു 45 വയസ്സുള്ള പുരുഷൻ കാണുന്നു, അവരും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു. ടീനേജറും കോൺടാക്ട് ചെയ്യുന്നു. ഇനി ചെറിയ ബേബീസുള്ള കുഞ്ഞുവാവകൾ ഇനി അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കരുതി പേരൻസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു. എല്ലാവരും കോൺടാക്ട് ചെയ്യുന്നത് കാരണം ഇവർക്ക് ആ പരസ്യം കാണുന്നവരെല്ലാം തന്നെ അസ്യൂം ചെയ്യാണ് ഒരു പക്ഷേ ഈ പ്രൊഡക്റ്റ് എനിക്ക് ഉപകാരപ്പെട്ടതായേക്കാം എന്ന് കരുതിയിട്ടാണ് ഇവർ ഈ കോൺടാക്ട് ചെയ്യണത്. അപ്പോൾ പിന്നെ നിങ്ങൾ അവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ബേബീസിന് പറ്റൂല, 40 വയസ്സിന് മേളിലുള്ളവർക്ക് പറ്റൂല, സ്ത്രീകൾക്ക് പറ്റൂല, പുരുഷന്മാർക്ക് പറ്റൂല. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? എന്നാൽ ടീനേജർ ആ പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആ പ്രത്യേക രീതിയിൽ പരസ്യം പോവുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മറ്റൊരു 35 വയസ്സ് 40 വയസ്സിന് മേളിലുള്ള ഒരാൾ കണ്ടു കഴിഞ്ഞത് ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. വെറുതെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, എനിക്ക് വേണ്ടി പ്രത്യേകം ഉള്ളതല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വയസ്സിന് മേളിലാണെങ്കിൽ ഞാൻ സ്ക്രോൾ ചെയ്ത് ഞാൻ എൻ്റെ മറ്റു പരിപാടികളിലേക്ക് പോകും. വെറുതെ നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല. ഇതാണ് അനാവശ്യമായിട്ടുള്ള ഒരുപാട് എൻക്വയറികൾ. പിന്നെ അതേപോലെ തന്നെ ഓരോ ക്ലിക്കിനും നമുക്ക് കാശ് നഷ്ടമായിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഒരുപാട് ബിസിനസ്സുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്. ഇനി അടുത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളർത്താനായിട്ട് സാധിക്കും. ഒരു സ്റ്റാഫിനെ നിങ്ങൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. നമ്മളുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജേഴ്സിന് മുഖക്കുരുയുടെ പ്രശ്നമുള്ള കൗമാരക്കാരെ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. പുതിയൊരു സ്റ്റാഫ് വരുന്നു, നമുക്ക് പെട്ടെന്ന് ആൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ആ സ്റ്റാഫ് എൻക്വയറി അറ്റൻഡ്, ഞാനിത് പ്രാക്ടിക്കൽ വശങ്ങൾ പറഞ്ഞു തന്നതാണ്, ഇത് എവിടേക്കാണ് നിങ്ങൾ ഈ പ്രോബ്ലം ഫേസ് ചെയ്യാൻ പോകണമെന്നുള്ളത്. അപ്പോൾ സ്റ്റാഫ് വന്ന് പുതിയ സ്റ്റാഫിൻ്റെ അടുത്തായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആ എൻക്വയറികളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ആ എൻക്വയറി ഒരു കസ്റ്റമർ ആക്സിഡൻ്റലി കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ പോലും, അതായത് ഞാൻ 35 വയസ്സിന് മേളുള്ളതാണ്, എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പോലും സ്റ്റാഫ് നിങ്ങളെ കോൾ ചെയ്ത് ചോദിക്കണ്ട, മറ്റേ സാറേ ഇന്ന ആൾ വന്നിട്ടുണ്ട് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കണത്. അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ബ്രാൻഡ് എന്താണെന്നുള്ളത് സ്റ്റാഫിൻ്റെ തലയിൽ അപ്പം തന്നെ രജിസ്റ്റേർഡായി. ഇത് ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. 35 വയസ്സിന് മേലുള്ള ആളുകൾ ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ 20 വയസ്സിന് മേലുള്ളവർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ബ്രാൻഡ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളാണ്. സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അവർക്ക് നമ്മളുടെ ബ്രാൻഡിങ് എന്താണ്, മെസ്സേജ് എന്താണെന്ന് സ്റ്റാഫിനും പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. കസ്റ്റമേഴ്സിനും പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. കസ്റ്റമേഴ്സ് കൺഫ്യൂസ്ഡ് ആവില്ല. ഇതെനിക്ക് പറ്റുമെന്നൊരു കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ മാർക്കറ്റിംഗ് ഒക്കെ വെയ്ഗായിട്ടുള്ള മാർക്കറ്റിംഗ് ആണെന്നാണ്. അതായത് അവ്യക്തമാണ്. കസ്റ്റമർക്ക് മനസ്സിലാവണില്ല ഈ പ്രൊഡക്റ്റ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് അപകടമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. ആരാണ് നിങ്ങളുടെ ആ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അവരെ മാത്രം സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ചിലരെങ്കിലും ഒരു സംശയത്തിൽ നിൽക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ വലിയ ബ്രാൻഡുകളെല്ലാം അത് ചെയ്യണില്ല എന്നുള്ളതാണ്. ഈ ചോദിക്കുന്ന ആരും തന്നെ വലിയ ബ്രാൻഡല്ല എന്നുള്ളതാണ് വിരോധാഭാസം. നിങ്ങൾ വലിയ ബ്രാൻഡാണെങ്കിൽ നിങ്ങൾ ചെയ്തോ. ഞാൻ പറയുന്നത് സ്മോൾ ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള സംഗതിയാണ്. സ്മോൾ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ പറ്റിയിട്ടാണ്. കൊക്കക്കോള ചെയ്യണ്ടോ, ITC ചെയ്യണുണ്ടോ, അങ്ങനെ മറ്റുള്ളവർ ചെയ്യണുണ്ടോ എന്നുള്ളതിൽ കാര്യമില്ല. അതെല്ലാം വലിയ കൺഗ്ലോമറേറ്റുകളാണ്, വലിയ കോർപ്പറേറ്റുകളാണ്. അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെല്ലാം സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, സെപ്പറേറ്റ് ടീമുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ അതിൻ്റെ പുറകിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവർ ചെയ്തോട്ടെ. ഞാൻ പറയാം, തുടക്ക സമയത്ത് ഒരു സ്മോൾ ബിസിനസ് ഓണറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് പതിയെ നിങ്ങൾ ബിസിനസ് വളരുന്നതിനനുസരിച്ച് ആ ഒരു നിങ്ങളുടെ കാറ്റഗറി എക്സ്പാൻഡ് ചെയ്ത് പോകാം. നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് നല്ല ത്രൈവ് ചെയ്യേണ്ട, അങ്ങനെയാണെങ്കിൽ കൂടുതൽ ടീമിനെ എടുത്തിട്ട് ഒരു സെഗ്മെൻറ്റും കൂടി വേണമെങ്കിൽ ലേറ്റർ സ്റ്റേജിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടീനേജേഴ്സിനെ മാത്രമല്ല, നമ്മൾ കുറച്ചും കൂടി അപ്പുറത്തേക്ക് കിടക്കുകയാണ്. അതായത് ചിലപ്പോൾ 35 വയസ്സ് വരെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളത്, പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളത്. അപ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറീനെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ തുടക്ക സമയത്ത് നമ്മുടെ അടുത്ത് എന്ത് കുറവാണ്? റിസോഴ്സുകളെല്ലാം തന്നെ കുറവാണ്. റിസോഴ്സുകൾ എന്തൊക്കെയാണ്? ഒന്ന് സമയം കുറവാണ് നമ്മുടെ അടുത്ത്. അത് സമയം കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റാഫിനെ ഹയർ ചെയ്യാൻ പറ്റില്ല. അതായത് അധിക സമയം ബിസിനസ് ഓണർ തന്നെ അതിൽ നിന്നിട്ട് അധിക കാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സമയം കുറവാണ്. രണ്ടാമത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും, ക്യാപിറ്റൽ കുറവായിരിക്കും. മൂന്നാമതായിട്ടുള്ളത് നമ്മളുടെ അധ്വാനം, അറിവ്, ഈ സംഗതികളെല്ലാം തന്നെ അറിവ് തുടക്ക സമയത്ത് എന്തായാലും കുറവായിരിക്കും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ലിമിറ്റേഷനിൽ നിൽക്കാൻ നേരത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെ സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗമായിട്ടുള്ള മെസ്സേജുകൾ പോകും. നമുക്ക് മാർക്കറ്റ് പ്രൈസ് മാത്രമാണ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഏറ്റവും അപകടം പിടിച്ച സംഗതിയാണ് നമ്മളുടെ ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ കമ്മോഡിറ്റൈസ് ചെയ്യപ്പെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്മോഡിറ്റൈസ് ചെയ്യപ്പെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും, അവിടെ എത്ര വിലയുള്ളൂല്ലോ, ഇവിടെ എത്ര വിലയുള്ളൂല്ലോ, ഇതിനെന്താണ് ഇത്ര വില, ഈ വിലയാണ് ഞാൻ വാങ്ങുക. അപ്പോൾ ഇത് ഒരു അപകടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഇതിനൊരു കമ്മോഡിറ്റി ആയിട്ടാണ് കാണുന്നത്. ചില പ്രൊഡക്റ്റുകൾക്ക് ₹1 കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യും. അപ്പോൾ അത് അത്രമധികം സിവിയർ കമ്മോഡിറ്റൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റുകൾ. അങ്ങനെ ഒരിക്കലും ആവരുത്. നമ്മളുടേതായിട്ടുള്ള ബ്രാൻഡ്, പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, ഇങ്ങനെ നമ്മൾ ചെയ്യാൻ നേരത്ത് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സ്മോൾ ബിസിനസ്സുകൾ നമ്മൾ ചെയ്യാൻ നേരത്ത് തുടക്ക സമയത്ത് എന്താണോ നമ്മൾ ചിന്തിച്ച്, നമ്മുടെ ലോജിക്ക് വെച്ച് ചിന്തിച്ച് ഇതാണ് ബെസ്റ്റ് എന്ന് തോന്നണം, എൻ്റെ നേർ വിപരീത ദിശയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അധിക സമയം നമുക്ക് നല്ല റിസൾട്ടുകൾ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. താങ്ക് യു ഫോർ വാച്ചിങ്.